അപ്പോൾ വീണ്ടും നമ്മുടെ ബിഗ് ബോസിനകത്ത് ഒരു ചെറിയ കാര്യം സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഒരു അപ്ഡേറ്റ്, ഒരു ബിഗ് ബോസ് അപ്ഡേറ്റ് എന്നൊക്കെ ഇതിനെ പറയാമോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഇത് ഇന്നലെ നമ്മുടെ പ്ലസ്സില്, ബിഗ് ബോസ് പ്ലസ്സിൽ നടന്നൊരു സംഗതിയാണ്. അപ്പൊ ഞാൻ ഇത് ആരെങ്കിലും ഒക്കെ റിയാക്ട് ചെയ്ത് കാണുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ആരും ഇതിനെപ്പറ്റി സംസാരിച്ച് ഞാൻ കണ്ടില്ല. പിന്നെ എപ്പിസോഡ് കാണുന്ന നമ്മുടെ ആൾക്കാരാണെങ്കിലും ജനങ്ങളാണെങ്കിലും അവർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല. ചിലപ്പോൾ ഇനി അതുകൊണ്ടാണോ ബാക്കി ആരും റിയാക്ട് ചെയ്യാതിരുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഏറ്റവും വളരെ നമ്മൾ നോട്ട് ചെയ്ത് സംസാരിക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു ഇത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത്തിരി ലേറ്റ് ആയാലും ആരും ശ്രദ്ധിക്കാതെ പോയതാണെങ്കിൽ, ഇല്ലെങ്കിൽ ആരും ഇതിനെപ്പറ്റി റിയാക്ട് ചെയ്യാത്തൊരു കാര്യമാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഒരു പോയിന്റ് പറയാൻ വന്നിരിക്കുന്നത്. സംഗതി വേറൊന്നുമല്ല, നമ്മുടെ ഈ ഒരു ജയിലിനകത്ത് നമ്മുടെ സായി രാജാവായിട്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീധുവിനെയൊക്കെ കൊണ്ട് ജയിലിലിടുന്നുണ്ട്. നമ്മുടെ എപ്പിസോഡിൽ കാണിച്ചത് ശ്രീധുവിനെയും അതുപോലെ ജിൻഡോയും എല്ലാവരെയും രാജാവ് അകത്ത്, അതായത് സായി അകത്ത് വന്ന് ഈ ജയിലിൽ കിടക്കുമ്പോഴത്തേക്ക് ശ്രീധുവിനെയും ഒക്കെ പിടിച്ചിടുന്നതാണ്. പക്ഷെ അതല്ലാതെ വേറൊരു സംഗതി ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു സാധനം കാണിക്കുന്നതിന് മുമ്പ് നമ്മുടെ ബിഗ് ബോസ് പ്ലസ്സിൽ ഉണ്ടായിരുന്നു, അത് ലൈവിലും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ശ്രീധുവിനെയാണ് ഫസ്റ്റ് ജയിലിലിടുന്നത്. ഈ ഈ തടവിലിടാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിച്ചണിൽ നിൽക്കുന്ന ശ്രീധു, കിച്ചണിന്റെ പുറത്താണ് നിൽക്കുന്നത്. കിച്ചണിൽ അർജുൻ ചപ്പാത്തിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്തോ അങ്ങനെ എന്തോയില് നമ്മുടെ അർജുൻ നമ്മുടെ ശ്രീധുവിന് ഫുഡ് കൊടുക്കുന്നുണ്ട്. ശ്രീധു അത് കഴിക്കുന്നു. അപ്പൊ അത് തെറ്റാണ് എന്ന് പറഞ്ഞാണ് നമ്മുടെ രാജാവായിട്ടുള്ള സായി ശ്രീധുവിനെ പിടിച്ച് തടങ്കലിലിടുന്നത്, അതായത് ജയിലിൽ കൊണ്ടിടുന്നത്. അപ്പൊ ഈ ജയിലിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അർജുൻ പുറത്തു വന്ന് സംസാരിക്കുന്നുണ്ട്. അർജുനെ കുറെ രസമായിട്ട് അവരുടെ ആ ഒരു കോംബോയിലുള്ള രസങ്ങളുണ്ടല്ലോ അത് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ അർജുൻ ശ്രീധുവിനെ ആ ജയിലിൽ നിന്ന് ചാടാൻ വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പം ജയിലിൽ ചാടാൻ ഹെൽപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സായി ഇത് കണ്ട് വരും. സായി വരുമ്പോഴത്തേക്ക് ഈ ഒരു സാധനം കാണുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അർജുനെ പിടിച്ച് ഈ ഒരു ജയിലിലാക്കും. ഈ അർജുനെ പിടിച്ച് ഒരു ജയിലിലാക്കി കഴിയുമ്പോഴത്തേക്ക് അർജുൻ കയറി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അർജുൻ ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല. അർജുൻ ശ്രീധുവിനോട് പറയും, ശ്രീധു നമുക്ക് സായിയുടെ ഇരിക്കുന്ന ചെങ്കോലും കിരീടവും അടിച്ചു മാറ്റാം, നമുക്ക് അങ്ങനെ ഒരു ഗെയിം കളിക്കാം എന്ന് അർജുൻ പറയുന്നുണ്ട്. ശ്രീധു ഉടനെ അതിന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങാം, നമുക്ക് ജയിലിൽ നിന്ന് ഇറങ്ങാം, എന്നിട്ട് എന്താ വെച്ചാൽ ചെയ്യാം എന്നുള്ളൊരു സാധനമാണ് ശ്രീധു പറയുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഏറ്റവും നല്ല അടിപൊളി ഒരു ഗെയിം ആയിരുന്നു അർജുൻ അവിടെ ചിന്തിച്ചത്. പക്ഷെ ശ്രീധു ആയതുകൊണ്ട്, ശ്രീധുവിന്റെ സ്ഥാനത്ത് ഞാൻ ആലോചിച്ചു, ഇപ്പം ജാസ്മിനോ വല്ലോ ആയിരുന്നു, ജാസ്മിൻ ആയിരുന്നു നമ്മുടെ അർജുന്റെ ഒരു കോംബോ, ഒരു പെയറായിട്ട് നിന്നിരുന്നെങ്കിൽ ചിലപ്പം അടിപൊളിയായിട്ട് ആ ഒരു ഗെയിമിനെ കൊണ്ടുവന്നേനെ, നമുക്ക് കാണാൻ പറ്റിയ ഒരു അടിപൊളി ഗെയിം. കാരണം സായി ആയിരുന്നു അവിടെ രാജാവ്. ഈ ഒരു സാധനം അർജുൻ പറഞ്ഞൊരു സാധനം വർക്ക്ഔട്ട് ചെയ്തായിരുന്നെങ്കിൽ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സായിയുടെ ഇവര് രണ്ടുപേരും കൂടെ, ഈ അർജുനും ശ്രീധും കൂടെ പോയി ആ സാധനം, അതായത് ചെങ്കോലും കിരീടവും എന്തെങ്കിലും അടിച്ചു മാറ്റിയായിരുന്നെങ്കിൽ സായിയുടെ ഈഗോനെ അത് ഹേർട്ട് ചെയ്തേനെ. ഇപ്പോൾ സായി അവിടെ നടക്കുന്നത് എങ്ങനെയായിരുന്നു നിങ്ങൾ കണ്ടതാണ്. സായി ഇപ്പോൾ പുറത്തു വരുമ്പോഴും സായി വിചാരിക്കുന്നത് ഞാൻ അതിനകത്ത് നമ്മൾ ഇറങ്ങി പോകുമ്പോഴും സായി ആ പണപ്പെട്ടിയൊക്കെ എടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഞാൻ സെറ്റപ്പ്, ബാക്കി എല്ലാവരെക്കാട്ടിലും ഞാനാണ് അതിനകത്ത് എന്തോ എന്നുള്ളൊരു സാധനം സായിയുടെ ഫേസിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. എല്ലാവർക്കും ഒന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഒന്ന് നോക്കിയാൽ മതി, അത് നമുക്ക് വായിച്ചെടുക്കാം. പക്ഷെ ആ ഒരു ഈഗോനെ ഹേർട്ട് ചെയ്യുന്ന ഒരു സാധനമായിരുന്നായിരിക്കും അവിടെ ഈ ശ്രീധുവും അർജുനും കൂടെ ആ ഒരു ഗെയിം കളിച്ചായിരുന്നെങ്കിൽ സംഭവിക്കുന്നത്. ചിലപ്പം സായി ആ പണപ്പെട്ടി എടുത്ത് പുറത്തു പോലും വരത്തില്ലായിരുന്നു. സായിയുടെ ഗെയിം ചിലപ്പോൾ സായി ട്വിസ്റ്റ് ചെയ്ത് മാറ്റിയേനെ. അങ്ങനെ ഒരു സംഗതി എനിക്ക് വന്നു. ഇനിയിപ്പോ അതുമല്ല, സായി എടുത്തോണ്ട് പോരുവാണെങ്കിൽ ഓക്കെ, സായി അത് വിട്ടേക്കുക. പക്ഷെ ഇവർ ആ സാധനം ചെയ്തായിരുന്നെങ്കിൽ ഒരു ബെറ്റർ ഗെയിം നമുക്ക് ചിലപ്പോൾ അവിടെ കാണാൻ പറ്റിയേനെ, കുറച്ചുകൂടെ എന്റർടൈനിങ് ആയേനെ. അറ്റ്ലീസ്റ്റ് എപ്പിസോഡിൽ നമുക്ക് വേറെ കുറച്ച് ക്ലിപ്പ് ഈ ഇന്നലെ കാണിച്ചത് കൂടാതെ, അല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ചിലപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഇവരുടെ ഒരു ആ ഗെയിം ചിലപ്പോൾ നമുക്ക് ബിഗ് ബോസ് കാണിച്ചു തന്നെ. ഞാനിപ്പം എനിക്ക് ആ ഒരു നമ്മുടെ BB പ്ലസ്സിൽ ഈ ഒരു സാധനം കണ്ടപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് അങ്ങനെ ചിന്തിച്ച്, ഇങ്ങനൊരു സാധനം ആരും ഇതിനെപ്പറ്റി ആരും പറഞ്ഞിട്ടില്ല. കാരണം പക്ഷെ നമ്മളത് സൂക്ഷിച്ചത് കലക്കിനൊരു ഗെയിം ആയിരുന്നു, അതിനെപ്പറ്റി പറയേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ അതിനെപ്പറ്റി ഒന്ന് പറയാമെന്ന് വിചാരിച്ചത്. അടിപൊളി ഗെയിം ആയിരുന്നു അവർ രണ്ടുപേരും കൂടെ. പക്ഷെ ശ്രീധുവിനെ കൊണ്ട് അപ്പോഴും എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ആ ഒരു കോംബോയും ഇവരുടെ ക്യൂട്ട്നെസ്സും ഇത് മാത്രമേ ഉള്ളൂ അവരുടെ ആ ഒരു കോംബോ കൊണ്ടുള്ള ഒരു ഗുണം. അല്ലാതെ പ്രത്യേകിച്ച് ഗെയിം ഒന്നും ഇവരുടെ ആ ഒരു കോംബോ കൊണ്ടില്ല. അത് അർജുന് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഉണ്ട് ഗെയിമിന്റെ, പക്ഷെ അത് ശ്രീധുവിനില്ല. ശ്രീധു സത്യം പറഞ്ഞ ഈ ഒരു കോംബോയുടെയോ അവളുടെ ക്യൂട്ട്നെസിന്റെയോ പിന്നെ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള കുറെ വോട്ടിന്റെ ഒക്കെ പുറത്താണ് നിൽക്കുന്നത്. അല്ലാതെ ഒരു ഗെയിമും ഇല്ല, ഒന്നുമില്ല ശ്രീധുവിന്റെ നമുക്ക് കിട്ടാനായിട്ട്, ഒന്നുമില്ല. ഒരാൾ ഗെയിമും കൊണ്ട് അവിടെ ചെന്നാൽ പോലും ശ്രീധുവിനെ അതിന് കൂട്ടുനിന്ന് ഗെയിം കളിക്കാൻ അറിയുന്നില്ല. അതൊരു ഭയങ്കര ഒരു ഫെയിലിയർ ആണ് ശ്രീധു. എനിക്കിപ്പം ഇന്നലത്തെ സാധനമാണ് ഇന്ന് ഈ നമ്മുടെ പ്ലസ്സിൽ കണ്ടപ്പോഴത്തേക്ക് ആ ഒരു പോയിന്റിലാണ് ഞാൻ പക്കയായിട്ട് എഴുതി ഉറപ്പിച്ചത്, ശ്രീധു ഇനി അതിനകത്ത് നിൽക്കുന്നതിനകത്ത് ഒരു കാര്യമില്ല.
അപ്പോഴും ഞാൻ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആലോചിച്ചു, ആ ഒരു സ്ഥാനത്ത് ജാസ്മിൻ ആയിരുന്നെങ്കിലോ മോനെ, ഒരു ഒരു അടിപൊളി ഗെയിം ചിലപ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റിയേനെ. എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി തോന്നുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് കുറ്റം പറയാനോ അല്ലെങ്കിൽ അങ്ങനൊന്നും അല്ല. ഗെയിമിനെ നമ്മൾ നല്ല രീതിയിൽ നിരീക്ഷിക്കണമെന്നാണ് എൻ്റെ ഒരു തോട്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ഒക്കെ ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ, എന്താണെങ്കിലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. മാന്യമായിട്ടുള്ള കമന്റ്സ് ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും, നല്ല റിപ്ലൈസും തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ കാണുന്നതിനകത്ത് ഈ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഓക്കെ.